അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. മലപ്പുറം കൽപ്പകഞ്ചേരി കല്ലിങ്ങലിൽ 5ാം ക്ലാസ്സുകാരുടെ കൈ തല്ലിയൊടിച്ച അധ്യാപകൻ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. ഗണിതാധ്യാപകൻ ബൽരാജിനെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത്. ഉടനെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. ക്ലാസിൽ ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടിയെ മർദ്ദിച്ചത്. കുട്ടിയുടെ കുടുംബം ബാലാവകാശ കമ്മീഷൻ നേരത്തെ പരാതി നൽകിയിരുന്നു. അധ്യാപകനെതിരെ പലരും സമാനമായ പരാതി ഇപ്പോൾ ഉന്നയിക്കുകയാണെന്ന് കുടുംബം റിപ്പോർട്ടിനോട് പറഞ്ഞു. ഫോൺ ചെയ്തപ്പോഴൊന്നും ഇത്രയും ഇതുള്ളത് അറിയില്ല. ഇവിടെ വന്ന് കൈ കണ്ടപ്പോഴാണ് കൈ ഇത്രയും വീങ്ങിയതും കരുവാളിച്ച് നല്ലതുണ്ടെന്ന്. പിന്നെ ഒക്കെ കൈ തൊടാൻ വയ്ക്കുന്നുണ്ടായിരുന്നില്ല. കൈൻ്റെ തുമ്പ് വരെ എനിക്ക് വേദനയ്ക്കുണ്ടെന്നല്ല. കൈ പൊന്തിക്കാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ടീച്ചറാണ് വാരി കൊടുത്ത് കൈ കൊണ്ട് കഴിക്കാൻ പറ്റാഞ്ഞിട്ട് എന്ന് പറഞ്ഞ്. ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ആ സ്കൂളിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. നല്ല സംഭവത്തിന് ശേഷം ഈ അധ്യാപകൻ ഇങ്ങനെയാണെന്നുള്ള പല കോണുകളിൽ നിന്ന് പരാതികൾ വരുന്നത്. ഇപ്പം അങ്ങനെ പറയുന്നുണ്ട്, കുട്ടികളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഇത് സംഭവം അറിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ പറച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്, കൈക്ക് വേദന ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ തന്നെ കൈ അടിച്ച് തള്ളവിരലിന് വീക്കം വന്നതെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. ബാലാവകാശ കമ്മീഷനിലും സ്കൂളിലും പരാതി കൊടുക്കാൻ ഒരുങ്ങാനില്ല. ഇപ്പം ഞങ്ങൾക്ക് ഇനി വേറൊരു കുട്ടീനോട് ഇങ്ങനെ പെരുമാറരുത്. കുട്ടികളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ തന്നെ രാവിലെ പണിക്ക് പോകുന്നത് നമ്മൾ സ്കൂളിൽ സേഫ് ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്. ഇതിപ്പോൾ കുട്ടികൾ തമ്മിൽ കളിച്ചിട്ട് വരുന്ന ഒരു സംഭവമാണ് വെച്ചാൽ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന അധ്യാപകരെ കയ്യിൽ നിന്ന് ഇങ്ങനെ വരിക എന്ന് പറയുമ്പോൾ നമുക്കത് കുറച്ചൊരു മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. വീട്ടിൽ നിന്നുള്ള ഞങ്ങൾ അറിയുന്നതിന് കുറച്ച് വൈകിട്ടാണ്. ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടുത്തെ വാർഡ് മെമ്പർ ആളുകളായിട്ട് ബന്ധപ്പെട്ട് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ സഹായങ്ങളും പി ടിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ കുട്ടിയെ സന്ദർശിച്ചു. കുട്ടിക്ക് വേണ്ട എല്ലാ സഹായവും നിയമസഭയായിട്ടാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും പൂർണ്ണ സപ്പോർട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അധ്യാപകനെതിരെ ഞങ്ങൾ അന്വേഷിച്ച് വേണ്ട നടപടി സ്വീകരിക്കും. കുട്ടികളോടൊപ്പം അവരെ രക്ഷിതാക്കളോടൊപ്പം ഏത് വിധത്തിലും അവരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, അത് ഏത് രീതിയിലാണെങ്കിലും ശരി മുന്നോട്ട് പോകാൻ പി ടി എ സദാ സന്നദ്ധരാണ്. സോണൽ കൃഷ്ണയുണ്ട് വിവരങ്ങളുമായി. സോണൽ, ഇപ്പോൾ കുട്ടിയുടെ കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ നേരത്തെ കണ്ടതാണ്. പി ടി എയുടെ പിന്തുണയും അവർക്കുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ അധ്യാപകന് കസ്റ്റഡിയിൽ എടുത്തു അല്ലേ? അറസ്റ്റിലേക്ക് നീങ്ങുകയാണോ? എന്താണ് അറിയാനാകുന്നത് സോണൽ? സ്മൃതി, ഈ അധ്യാപകൻ ബൽരാജ് എന്ന് പറയുന്ന അധ്യാപകന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസും പറയുന്നത്. കസ്റ്റഡിയിൽ നിലവിൽ ഈ അധ്യാപകൻ ഉണ്ട് എന്നുള്ള വിവരം കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റ് ചില വിവരങ്ങൾ കൂടി കിട്ടേണ്ടതുണ്ട്, അതിനുള്ള താമസമാണ്. ഉടനടി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് കൽപ്പകഞ്ചേരി പോലീസ് ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കൂടുതൽ പരാതികൾ ഈ അധ്യാപകനെതിരെ വരാനുള്ള സാധ്യത കൂടി പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതായത് ഈ കുട്ടിയുടെ ഈ വിവരം പുറത്തറിഞ്ഞതോടെ മറ്റ് രക്ഷിതാക്കൾ കൂടി തങ്ങളുടെ മക്കൾക്കും ഇത്തരം സംഭവങ്ങൾ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ രക്ഷിതാക്കളെ വിളിച്ച് പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇതിനൊരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. എന്തായാലും സ്കൂളിന്റെ പി ടി എ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പൂർണ്ണ പിന്തുണ ഈ കുടുംബത്തോടൊപ്പം ഉണ്ടാകും, കുടുംബത്തിനാണ് എന്നുള്ള കാര്യം, കുട്ടിക്കൊപ്പമാണ് തങ്ങൾ എന്നുള്ള കാര്യമാണ് പി ടി എയും വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നും നാളെയും സ്കൂൾ അവധിയാണ്. തിങ്കളാഴ്ചയോടുകൂടി ഈ വിഷയത്തിൽ സ്കൂളിലും ഒരു പരാതി നൽകാൻ വേണ്ടി പി ടി എ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി പരിശോധിച്ച് കർശനമായിട്ടുള്ള ഒരു നടപടി ഈ അധ്യാപകനെതിരെ ഉണ്ടാകുമെന്നുള്ളതാണ് പി ടി എ ഭാരവാഹികളും പി ടി എ പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കുട്ടിക്കിനെ ഏകദേശം ഒരു 2 ആഴ്ചയോളം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. കുട്ടിക്ക് ആ കൈകൊണ്ട് എഴുതാനോ ഭക്ഷണം കഴിക്കാനോ ഉൾപ്പെടെ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. കൈയിൻ്റെ എല്ല് പൊട്ടിയതിനാലാണ് ഈ സംഭവം ഉള്ളത്. എന്തായാലും ആ കുട്ടി അവധിയിലാണ് എന്നുള്ളതിൽ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ സ്കൂളിനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ പി ടി എ ഭാരവാഹികൾ ഉൾപ്പെടെ ആ കുട്ടിയുടെ വീട്ടിലെത്തി അവരെ സന്ദർശിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ബാലാവകാശ കമ്മീഷനിൽ നിന്നുള്ള ആളുകൾ കൂടി അല്പസമയത്തിനകം അവിടെ എത്തി വിവരങ്ങൾ തേടുമെന്നുള്ളതാണ്. ശരി, അധ്യാപകനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നത്. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.